Welcome to +1 Mathematics class, Chapter 2 Relations and Functions. അപ്പോൾ നമ്മൾ രണ്ട് സെറ്റ്സ് പരിഗണിച്ചാൽ ആ സെറ്റ്സിലെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ആദ്യം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ രണ്ട് സെറ്റ്സ് എഴുതിയിട്ടുണ്ട്. A = സെറ്റ് 1 2 3, B = സെറ്റ് 3 4. ഇനി വേറൊരു സെറ്റ് എഴുതിയിട്ടുണ്ട്. അതായത് ഈ സെറ്റിലെ മെമ്പേഴ്സ് എല്ലാം പെയേഴ്സാണ്. പെയേഴ്സ് എന്ന് പറഞ്ഞാൽ ജോഡികളായിട്ട് എഴുതിയിരിക്കുന്നു. അതുപോലെ തന്നെ ഓർഡേർഡ് പെയറാണ്. അതായത് ഓർഡേർഡ് പെയർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലമെൻറ്റ്സ് എല്ലാം എയിലെയാണ്, സെക്കൻഡ് എലമെൻറ്റ്സ് എല്ലാം ബിയിലെയാണ്. സെറ്റ് 1 2 3 ആണ് എ. അതിലെ ഫസ്റ്റ് എലമെൻ്റായ 1 ബിയിലെ രണ്ട് എലമെൻറ്റ്സുമായിട്ടുള്ള പെയറാണ് 1 3 1 4. അതുപോലെ തന്നെ രണ്ടാമത്തെ എലമെൻറ്റ് എയിലെ രണ്ടാമത്തെ എലമെൻ്റായ 2ഉം ബിയിലെ രണ്ട് എലമെൻറ്റ്സുമായിട്ടുള്ള പെയർ 2 3 ആൻഡ് 2 4. എയിലെ മൂന്നാമത്തെ എലമെൻറ്റ് 3ഉം ബിയിലെ 3 4ഉമായിട്ടുള്ള പെയേഴ്സ് 3 3 ആൻഡ് 3 4. അപ്പോൾ ഇതിനെയാണ് എയിൽ നിന്ന് എയുടെയും ബിയുടെയും കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. എയിലെ എല്ലാ എലമെൻറ്റ്സും ഫസ്റ്റ് എലമെൻ്റായിട്ടും ബിയിലെ എലമെൻറ്റ്സ് എല്ലാം സെക്കൻഡ് എലമെൻ്റായിട്ടും എടുക്കുന്ന ഓർഡേർഡ് പെയർ എന്ന് പറയാൻ കാരണം ഇവിടെ എയിലെ എലമെൻറ്റ്സ് ഫസ്റ്റ് എലമെൻ്റ് ആയിരിക്കണം, ബിയിലെ എലമെൻറ്റ്സ് ആയിരിക്കണം സെക്കൻഡ് എലമെൻറ്റ്. അങ്ങനെ വന്നാൽ അത് എയും ബിയും തമ്മിലുള്ള കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. അപ്പോൾ അത് A × B എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ A × B എന്നത് എ ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. ഇനി B × A എന്ന് പറയുമ്പോൾ ബിയിലെ എലമെൻറ്റ്സ് ഫസ്റ്റ് എലമെൻറ്റ്സ് ആയിട്ട് എടുക്കണം. 3 1 3 2 3 3. അതുപോലെ തന്നെ ബിയിലെ സെക്കൻഡ് എലമെൻ്റായിട്ട് 4 1 4 2 4 3. എ നൾ സെറ്റാണ് എന്ന് വിചാരിക്കുക. എയിൽ എലമെൻറ്റ്സ് ഒന്നുമില്ല. ബി എന്ന് പറയുന്ന സെറ്റ് എ ബി. അപ്പോൾ A × B എന്ത് ചെയ്യും? ഒന്ന് നമുക്കിവിടെ ഓർഡേർഡ് പെയർ എഴുതാൻ ഇവിടെ മെമ്പേഴ്സ് ഒന്നുമില്ല. അപ്പോൾ A × B നൾ സെറ്റായിരിക്കും. അപ്പോൾ എയും ബിയും രണ്ട് സെറ്റ്സിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് കാണുമ്പോൾ എ നൾ സെറ്റായാലും ബി നൾ സെറ്റായാലും A × B നൾ സെറ്റായിരിക്കും. ഫസ്റ്റ് ഡെഫിനിഷൻ, ഗിവൺ ടു നോൺ എംപ്റ്റി സെറ്റ്സ് P ആൻഡ് Q. അതായത് രണ്ട് നോൺ എംപ്റ്റി ആയിട്ടുള്ള സെറ്റ്സ് തന്നിരിക്കുന്നു P യും Q. ദ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് P × Q is the set of all ordered pairs of elements from P and Q. ഓർഡേർഡ് പെയേഴ്സ് ഓഫ് എലമെൻറ്റ്സിൻ്റെ സെറ്റാണ് P × Q = അതായത് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതിയിരിക്കുകയാണ്. സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയേഴ്സ് സ്മോൾ p Q where small p belongs to P and small q belongs to Q. നേരത്തെ പറഞ്ഞത്, അതായത് if either P or Q is the null set, then P × Q is also be empty set. That is P × B = 5. അതായത് P യോ Q ഓ ഏതെങ്കിലും ഒരെണ്ണം നൾ സെറ്റ് ആണെങ്കിൽ അവയുടെ ക്രോസ് പ്രോഡക്റ്റ് P × Q എന്ന് പറയുന്നത് നൾ സെറ്റായിരിക്കും. രണ്ട് ഓർഡേർഡ് പെയേഴ്സ് ഈക്വൽ ആകണമെങ്കിൽ അവയുടെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തുല്യമായിരിക്കണം. അതായത് ഓർഡേർഡ് പെയർ x1 y1ഉം ഓർഡേർഡ് പെയർ s2 y2ഉം തുല്യമാകണമെങ്കിൽ x1 = s2 ആയിരിക്കണം, സെക്കൻഡ് എലമെൻറ്റ്സായ y1 = y2 ആയിരിക്കണം. ദാറ്റ് ഈസ് ഓർഡേർഡ് പെയർ x1 y1 = s2 y2 if and only if x1 = s2 and y1 = y2. നമുക്ക് എയിൽ 3 എലമെൻറ്റ്സ്, ബിയിൽ 2 എലമെൻറ്റ്സ്. A × ബിയിലെ എലമെൻറ്റ്സിൻ്റെ എണ്ണം 1 2 3 4 5 6, അതായത് 3 × 2. B × എയിലും 3 × 2 6 എലമെൻറ്റ്സ്. അതായത് N(A) എന്ന് പറയുന്നത് N(A) 3ഉം N(B) 2ഉം ആയതുകൊണ്ട് N(A) × B എന്ന് പറയുന്നത് 3 × 2 ആയിരിക്കും. N(A) × B = N(A) × N(B) ആയിരിക്കും. അതായത് 3 × 2 6 ആയിരിക്കും. If there are P elements in A and Q elements in B, then there will be PQ elements in A × B. That is, if N(A) = P, N(B) = Q, then N(A) × B = PQ. ആയിട്ടൊരു ഇൻഫിനിറ്റ് സെറ്റ് എടുക്കുക. A = സെറ്റ് 1 2 3 etc. അതായത് സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. ബി എന്ന് പറയുന്ന ഒരു ഫൈനൈറ്റ് സെറ്റ് 5 6. A × B നോക്കുക. A × B 1 5 1 6
2 5 2 6 3 5 3 6 4 5 4 6 എക്സെട്ര. അപ്പോൾ എയോ ബിയോ ഏതെങ്കിലും ഒരെണ്ണം ഇൻഫിനിറ്റ് സെറ്റ് ആയാൽ പോലും എ ക്രോസ് ബി ഇൻഫിനിറ്റ് സെറ്റ് ആയിരിക്കും. ബി ക്രോസ് എ നോക്കിക്കേ, ബി ക്രോസ് എ 5 1 5 2 5 3 എക്സെട്ര, 6 1 6 2 6 3 6 4 6 5 എക്സെട്ര. അപ്പോൾ എയോ ബിയോ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഇൻഫിനിറ്റ് സെറ്റ് ആയതിനാൽ എ ക്രോസ് ബിയും ബി ക്രോസ് എയും ഇൻഫിനിറ്റ് സെറ്റ് ആയിരിക്കും. നമുക്കൊന്ന് എഴുതാം. ഇഫ് എ ആൻഡ് ബി ആർ നോൺ എംപ്റ്റി സെറ്റ്സ് ആൻഡ് എയ്തർ എ ഓർ ബി ഈസ് ആൻ ഇൻഫിനിറ്റ് സെറ്റ് ദെൻ സോ ഈസ് എ ക്രോസ് ബി. അതായത് എയോ ബിയോ ഇൻഫിനിറ്റ് സെറ്റ് ആണെങ്കിൽ അതുപോലെ തന്നെയായിരിക്കും എ ക്രോസ് ബിയും. A cross A is equal to set of all ordered triplet ABC where ABC belongs to A. Here ABC is called an ordered triplet. അതായത് എ ക്രോസ് എ 3 എ തമ്മിലുള്ള ക്രോസ് പ്രോഡക്റ്റ്. അപ്പോൾ സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് ട്രിപ്ലെറ്റ് എന്ന് പറയും, കാരണം 3 മെമ്പേഴ്സ് ഉള്ളതുകൊണ്ട്. Exercise 2.1 problems. First one, if x by 3 ordered pair x by 3 plus 1 y minus 2 by 3 is equal to 5 by 3 ordered pair 5 by 3 1 by 3, find the values of x and y. അപ്പോൾ ഓർഡേർഡ് പെയർസ് ഈക്വൽ ആകുമ്പോൾ ഫസ്റ്റ് എലിമെൻറ്റ്സ് ഈക്വൽ ആയിരിക്കണം, സെക്കൻഡ് എലിമെൻറ്റ്സ് ഈക്വൽ ആയിരിക്കണം. അതായത് ഇവിടെ എക്സ് ബൈ 3 പ്ലസ് 1 എന്ന് പറയുന്നത് 5 by 3 ആയിരിക്കും, y മൈനസ് 2 by 3 എന്ന് പറയുന്നത് അവിടുത്തെ സെക്കൻഡ് എലിമെൻ്റ് ആയ 1 by 3 ആയിരിക്കും. എക്സ് ബൈ 3 ഈസ് ഈക്വൽ ടു 1 സമത്തിനപ്പുറത്തേക്ക് പോകുമ്പോൾ -1 ആകും, 5 by 3 -1. അപ്പോൾ ഇത് കോമൺ ആയിട്ട് 3 എടുക്കാമെങ്കിൽ 3 × 3 5 - 3 by 3 ദാറ്റ് ഈസ് 2 by 3. എക്സ് ബൈ 3യുടെ വിലയാണ് 2 by 3. അപ്പോൾ 3യും 3യും ക്യാൻസലായി പോയി കഴിയുമ്പോൾ എക്സിൻ്റെ വാല്യൂ 2 എന്ന് കിട്ടുന്നു. അതുപോലെ തന്നെ ഇവിടെ y മൈനസ് 2 by 3 എന്ന് പറയുന്നത് 1 by 3 ആണ്. -2 by 3 അപ്പുറത്തേക്ക് പോകുമ്പോൾ +2 by 3 ആകും. രണ്ടിൻ്റെയും കോമൺ ഡിനോമിനേറ്റർ 3 ആണ്. അപ്പോൾ ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 3 by 3 1. അപ്പോൾ വൈയുടെ വാല്യൂ 1 എന്ന് കിട്ടുന്നു. Second question, if the set A has 3 elements and the set B is equal to set 3 4 5, then find the number of elements in A cross B. അപ്പോൾ n of A എന്ന് പറയുന്നത് സെറ്റ് എയിൽ 3 എലമെൻറ്റ്സ് ആണ് 3, n of B എന്ന് പറയുന്നത് 3 എലമെൻറ്റ്സ് ആണ്, കാരണം 3 4 5 3 എലമെൻറ്റ്സ്, n of B is equal to 3. then n of A cross B ആണ് കണ്ടുപിടിക്കേണ്ടത്. n of A cross B is equal to n of A into n of B, that is 3 × 3 is equal to 9. Question number 3, if G is equal to set 7 8 and H is equal to set 5 4 2, find G cross H and H cross J. G cross H എന്ന് പറയുമ്പോൾ ജിയിലെ എലമെൻറ്റ്സ് ഫസ്റ്റ് ആയിട്ട് എടുക്കാം. സെറ്റ് 7 5 7 4 7 2 8 5 8 4 8 2, അതായത് 2 × 3 6 എലമെൻറ്റ്സ്. അതുപോലെ എച്ച് ക്രോസ് ജി എഴുതുമ്പോൾ എച്ചിലെ എലമെൻറ്റ്സ് ഫസ്റ്റ് ആയിട്ട് എടുക്കുക. 5 7 5 8 4 7 4 8 2 7 2 8. State whether each of the following statements are true or false. If the statement is false, rewrite the given statement correctly. അതായത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയണം, തെറ്റാണ് എങ്കിൽ അത് കറക്റ്റ് ആക്കുകയും വേണം. ഇഫ് പി ഈസ് ഈക്വൽ ടു സെറ്റ് എം എൻ ആൻഡ് ക്യൂ ഈസ് ഈക്വൽ ടു സെറ്റ് എൻ എം, ദെൻ പി ക്രോസ് ക്യൂ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓർഡേർഡ് പെയർ എം എൻ എൻ എം എന്നാണ് തന്നിരിക്കുന്നത്. ഇതൊരു ഫോൾസ് ആണ്, കാരണം ഇവിടെ എം ഫസ്റ്റ് എലമെൻറ്റ് എം തൊട്ട് എം എന്നും എം എമ്മും എഴുതണമായിരുന്നു, ഇവിടെ എം എം എഴുതിയിട്ടില്ല. അതുപോലെ എൻ എന്നും എൻ എമ്മും വേണം, ഇവിടെ എൻ എം മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ പി ക്രോസ് ക്യൂ എന്ന് പറയുന്നത് എം എൻ എം എം എൻ 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 എം.